ചക്രക്കസേരയിൽ നാടിനാകെ അക്ഷരവെളിച്ചം പകർന്ന കെ.വി. റാബിയ വിടവാങ്ങി. ചികിത്സയിലിരിക്കെ 59-ാമത്തെ വയസ്സിൽ കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. പ്രതിസന്ധികളെയും മറികടന്ന സാമൂഹ്യ പ്രവർത്തനത്തിന് 2022-ൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. 14-ാം വയസ്സിൽ കാലുകൾ നിശ്ചലമായ റാബിയ 4 പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. ശരീരം തളർത്തിയ വിധിയോട് പോരാടി തിരികെ നേടിയ ജീവിതം കൊണ്ട് നാടിനാകെ അക്ഷരവെളിച്ചം പകർന്ന് സാമൂഹ്യ സേവനത്തിന്റെ ഉതകും മാതൃക സൃഷ്ടിച്ച കെ.വി. റാബിയ ഒടുവിൽ വിടവാങ്ങി. സാമൂഹ്യ പ്രവർത്തന രംഗത്തും സാക്ഷരതാ രംഗത്തും വലിയൊരു ശൂന്യത സൃഷ്ടിച്ചാണ് റാബിയയുടെ മടക്കം. ശാരീരികമായ അസ്വസ്ഥതകൾ മൂർച്ഛിച്ചതിനെ തുടർന്ന് 1 മാസത്തോളമായി കോട്ടയ്ക്കലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 59-ാമത്തെ വയസ്സിൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് അന്ത്യം. 14-ാമത്തെ വയസ്സിൽ വിധി തളർത്തിയിട്ടും തളരാൻ കൂട്ടാക്കാത്ത മനസ്സാണ് റാബിയയെ ഇന്ന് കാണുന്ന കെ.വി. റാബിയയാക്കിയത്. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് രാജ്യം 2022-ൽ പത്മശ്രീ നൽകി ആദരിക്കുകയും ചെയ്തു. 14-ാമത്തെ വയസ്സിൽ ശരീരം തളർന്ന റാബിയ ആത്മകഥ ഉൾപ്പെടെ 4 പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. പ്രീ ഡിഗ്രി പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്ന റാബിയ പിന്നീട് വീട്ടിലിരുന്ന് സ്വന്തം പ്രയത്നം കൊണ്ട് ബിരുദം വരെ പഠിച്ചു. പിന്നീട് വെള്ളിലക്കാട്ടെ വീട്ടിൽ നിരക്ഷരരായ ഒരുപാട് ആളുകൾക്ക് അക്ഷരവെളിച്ചം പകർന്നു. സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞമാണ് റാബിയയുടെ ജീവിതത്തിൽ വഴിത്തിരിവായത്. പകരക്കാരിയായി സാക്ഷരതാ ക്ലാസ്സിൽ ഇൻസ്ട്രക്ടറായ റാബിയ 1990 ജൂണിൽ തന്റെ എല്ലാ പ്രായത്തിലുമുള്ള നിരക്ഷരരാർക്കായി ഒരു ക്യാമ്പയിൻ ആരംഭിച്ചു. തിരൂരങ്ങാടിയിലെ നിരക്ഷരരായ 100ഓളം പേർ ക്ലാസ്സിനെത്തി. ജോലി ശാരീരികാവസ്ഥയെ വഷളാക്കിയെങ്കിലും പ്രവർത്തനങ്ങളുമായി മുന്നേറുകയായിരുന്നു. തിരൂരങ്ങാടി വെള്ളിലക്കാട് കറിവേപ്പിൽ മൂസക്കുട്ടി ഹാജിയുടെയും ബിയാച്ചുട്ടി ഹജ്ജുമ്മയുടെയും മകളായി 1966 ഫെബ്രുവരി 25-നായിരുന്നു ജനനം. ജന്മന കാലിന് വൈകല്യം ഉണ്ടായിരുന്നെങ്കിലും പഠനത്തിൽ മിടുക്കിയായിരുന്നു. കേരള വിഷൻ, തിരൂരങ്ങാടി.